നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ തോക്കുകളും വെടിയുണ്ടകളുമായി 5 മലയാളികൾ അറസ്റ്റിൽ. സംഘത്തിൽ നിന്ന് 12 കിലോ കഞ്ചാവും പിടികൂടി. കുഞ്ഞുമക്കൾക്കായി കാഞ്ഞങ്ങാട്ട് ഗവൺമെന്റ് ക്രഷ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നുമ്മലിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം വിപുലമായ ചടങ്ങിൽ നടന്നു. അടൂട്ട് വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവം 17-18 തീയതികളിൽ നടക്കും. കുടുംബസംഗമം നടന്നു. തൃക്കരിപ്പൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ബിഡി തൊഴിലാളിക്ക് സഹയാത്രികർ നൽകിയ യാത്രയയപ്പ് കൗതുകമായി. കോട്ടച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളിൽ ആവേശവും അറിവും ഉണർത്തി പഠനോത്സവം. ബലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ പഠനോത്സവം നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നാലപ്പാടം കുന്നത്ത് തറവാട് കുടുംബസംഗമവും സ്മരണിക പ്രകാശനവും നടന്നു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ തോക്കുകളും വെടിയുണ്ടകളുമായി 5 മലയാളികൾ അറസ്റ്റിൽ. സംഘത്തിൽ നിന്ന് 12 കിലോ കഞ്ചാവും പിടികൂടി. സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. 2 ദിവസങ്ങളിലായി നഗരത്തിലെ വ്യത്യസ്തയിടങ്ങളിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 കാസർഗോഡ് സ്വദേശികളെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കഞ്ചാവും പിടികൂടി. മംഗൽപാടി സ്വദേശിയും മലപ്പുറം കൊണ്ടോട്ടിയിലെ താമസക്കാരനുമായ അബ്ദുൽ ലത്തീഫ് എന്ന തോക്ക് ലത്തീഫ്, പൈവിളികെ സുങ്കത്തകട്ട ഗുരുഡപദവിലെ മൻസൂർ, മഞ്ചേശ്വരം കടമ്പാർ സ്വദേശികളായ മുഹമ്മദ് അസ്ഗർ, മുഹമ്മദ് സാലി, ഭീമനടി എളേരി കുന്നുങ്കൈ സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. അർക്കുള ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് 12 കിലോ കഞ്ചാവുമായി കാർ യാത്രയ്ക്കിടെ ലത്തീഫ് പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ച കേരള രജിസ്ട്രേഷൻ കാറും പോലീസ് പിടിച്ചെടുത്തു. കർണാടകയിൽ പലപ്പോഴായി നടന്ന വെടിവെപ്പ് കേസുകളിലെ പ്രതികൾക്ക് തോക്കുകൾ എത്തിച്ചു കൊടുത്തത് ലത്തീഫാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിലും കർണാടകയിലുമായി ഇയാൾക്കെതിരെ കൊലപാതക ശ്രമം, ആയുധം കൈവശം വയ്ക്കൽ, ആക്രമണം, കവർച്ച തുടങ്ങി 13 ക്രിമിനൽ കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു. ಕ್ರೈಮ್ ಬ್ರಾಂಚ್ ಅವರು 3 ಕಂಟ್ರಿ ಮೇಡ್ ಪಿಸ್ಟಲ್ಸ್, ಆಮೇಲೆ 6 ಲೈವ್ ರೌಂಡ್ ಸೀಸ್ ಮಾಡಿದ್ದಾರೆ. 12.9 kg ಗಾಂಜಾ ಸೀಸ್ ಮಾಡಿದ್ದಾರೆ. 3 ಗಾಡಿಗಳನ್ನು ವಶಪಡಿಸಿಕೊಂಡಿದ್ದಾರೆ. ಒಟ್ಟಾರೆ ಸುಮಾರು ಒಂದು 40 ಲಕ್ಷ ಬೆಲೆದು ವೆಪನ್ಸ್, ಗಾಂಜಾ ಮತ್ತು ಕಾರ್ ಸೀಸ್ ಮಾಡಿದ್ದಾರೆ. 3 ಪ್ರಕರಣಗಳು ಪ್ರತ್ಯೇಕವಾಗಿ ಬೇರೆ ಬೇರೆ ಸ್ಟೇಷನ್ದಲ್ಲಿ ದಾಖಲಾಗಿದೆ. ಫಸ್ಟ್ ಕೇಸ್ ಕೊಣಾಜಿ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ನಿನ್ನೆ ಬೆಳಿಗ್ಗೆ 9:15 ರಿಪೋರ್ಟ್ ಆಯಿತು. ಆ ಕೇಸಲ್ಲಿ ಬಾತ್ಮೀದಾರದು ಮಾಹಿತಿ ಆಧಾರ ಮೇಲೆ ಮಂಗಳೂರು ಕ್ರೈಮ್ ಬ್ರಾಂಚ್ನ PSI ಶರಣಪ್ಪ ಅವರು ಕೊಣಾಜೆ ನಾಟಿಕಲ್ ರಸ್ತೆ ಹತ್ತಿರ ಒಂದು ಇದು ಗಾಡಿಯಲ್ಲಿ 2 ಆಸಾಮಿಗಳು ಸಂದೇಹಾಸ್ಪದದಲ್ಲಿ ತಿರುಗಾಡ್ತಾ ಇದ್ದಾರೆ ಮತ್ತು ಆ ಗಾಡಿಯಲ್ಲಿ ಯಾವುದೋ ಒಂದು ಐಟಮ್ಸ್ ಇರೋದು ಸಾಧ್ಯತೆ ಇದೆ ಅಂತ ಹೇಳಿ ಆ ಗಾಡಿಗೆ ಚೆಕ್ ಮಾಡ್ತಾರೆ. ಆವಾಗ ಒಂದು ಸ್ಕಾರ್ಪಿಯೋ, ಕೇರಳ ರಿಜಿಸ್ಟ್ರೇಷನ್ ಸ್ಕಾರ್ಪಿಯೋಗೆ ಅವ್ರು ನಾವು ಸೀಸ್ ಮಾಡ್ತೀವಿ. ಆ ವೆಹಿಕಲಲ್ಲಿ 2, ಒಬ್ಬ ಮನ್ಸೂರ್ ಅಂತ, ಇನ್ನೊಬ್ಬ ನೌಫಾಲ್ ಅಂತ ಇರ್ತಾರೆ. 2 കാസർഗോഡ് ಮೂಲದವರು, ಸುಮಾರು 28 ವಯಸ್ಸು ಇಬ್ಬರದು. ഇതേ ദിവസം നടേക്കാൽ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 2 തോക്കും 4 വെടിയുണ്ടയുമായി നൌഫൽ, മൻസൂർ എന്നിവർ കൊണാജി പോലീസിന്റെ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കേരള രജിസ്ട്രേഷൻ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ നിലവിലുണ്ട്. തലപ്പാടിക്ക് സമീപം ദേവിപുരയിൽ ആയുധങ്ങളുമായി യുവാക്കൾ കാറിൽ പോകുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഗർ, മുഹമ്മദ് സാലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1 തോക്ക്, 2 വെടിയുണ്ട എന്നിവ പിടിച്ചെടുത്തു. ഇവർ സഞ്ചരിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതക ശ്രമം, മയക്കുമരുന്ന് കടത്ത്, ആക്രമണം, കവർച്ച, മണൽക്കടത്ത് തുടങ്ങി കേരളത്തിലും കർണാടകയിലുമായി അസ്ഗറിനെതിരെ 17 ക്രിമിനൽ കേസുകളും മുഹമ്മദ് സാലിക്കെതിരെ 10 കേസുകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് സിറ്റി. കുഞ്ഞുമക്കൾക്കായി കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ക്രഷ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നുമ്മലിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം നടന്നു.
കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്ന അംഗൻവാടി കം ക്രഷ് പദ്ധതിക്ക് ജില്ലയിലും തുടക്കമായി. അംഗൻവാടി കുട്ടികൾക്കൊപ്പം 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഈ പദ്ധതി. വനിതാ ശിശുവികസന വകുപ്പ്, കാഞ്ഞങ്ങാട് നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിൽ കുന്നുമ്മലിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും സന്തോഷകരവും അതുപോലെ തന്നെ അഭിമാനകരവുമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ഇന്ന്. കാരണം ഒരു ക്രഷ് എന്നുള്ളത് അണുകുടുംബ വ്യവസ്ഥയിലുള്ള ഒരു തൊഴിലെടുക്കുന്ന വീട്ടമ്മമാരെ, തൊഴിലെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അങ്ങനെയൊന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ എനിക്ക് ശരിക്കറിയാം. കാരണം ഒരു 30 വർഷത്തിനപ്പുറം എൻ്റെ മകന് 6 വയസ്സുണ്ടാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത്. അത് രാവിലത്തെ 7:30-ക്കുള്ള ട്രെയിൻ പോയിട്ട് വൈകുന്നേരം 6:45 എത്തുന്ന ട്രെയിനിനാണ് വരിക. അന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതിരുന്നത് അന്ന് അണുകുടുംബത്തിലായിരുന്നില്ല, ഒരു കൂട്ടുകുടുംബ സംവിധാനത്തകത്തായിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ലത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീശൻ K, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി K, നഗരസഭാ കൗൺസിലർ M. ശോഭന, നഗരസഭാ സെക്രട്ടറി അമിത P, കോട്ടച്ചേരി GLPS പ്രധാനാധ്യാപിക അംബിക, PTA പ്രസിഡന്റ് സേതു, മദർ PTA പ്രസിഡന്റ് രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി P അധ്യക്ഷത വഹിച്ചു. ICDS ശിശുവികസന പദ്ധതി ഓഫീസർ ആസിയ വക്കയിൽ സ്വാഗതവും ICDS സൂപ്പർവൈസർ രേഷ്മ KR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടൂട്ട് വലിയവീട് തറവാട് കളിയാട്ട മഹോത്സവം 17, 18 തീയതികളിൽ നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ച് കുടുംബസംഗമം സംഘടിപ്പിച്ചു. മടിയൻ കൂലോം ക്ഷേത്രപാലകന്റെ അമരഭൂമിക്കകത്ത് സാന്നിധ്യം ചെയ്യുന്ന അടൂട്ട് മുത്തേടത്ത് കുതിര പാടാർകുളങ്ങര ഭഗവതി പഴയ ദേവസ്ഥാനത്തിന്റെ ഭണ്ഡാര വീടായ ശ്രീ വലിയ വീട് തറവാട്ടിൽ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് കളിയാട്ട മഹോത്സവം നടക്കാനിരിക്കുന്നത്. മാർച്ച് 17, 18 തീയതികളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ പല സ്ഥലങ്ങളിലും മഹാക്ഷേത്രങ്ങളിൽ നമ്മുടെ വഴിപാടുകൾ, പ്രത്യേകിച്ചും ജീവന്മാരുടെ വഴിപാടുകൾ സ്വീകരിക്കാത്ത ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. നെല്ലുകൊണ്ടായാലും മാത്രമാണ്, വരികൊണ്ടായാലും നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം തറവാടുകൾ പൊങ്ങിവിടുകയും നമുക്കത് കൂട്ടമായി പ്രാർത്ഥിക്കാൻ ഈ ഇടം മാത്രമേ ഉള്ളൂ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തറവാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിക്കണ്ണൻ കാരണവർ, ഭാസ്കരൻ അന്തിത്തിരിയൻ, നാരായണൻ ചിറക്കാപ്പാറ, കൊട്ടൻ കുഞ്ഞി പള്ളത്തിങ്കാൽ, ചെറാക്കൂട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ചടങ്ങിൽ 75 വയസ്സ് പൂർത്തിയായ കുടുംബാംഗങ്ങളെ ആദരിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ രവീന്ദ്രൻ K സ്വാഗതവും ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ AV രവി കൊടക്കാട് നന്ദിയും പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി വിവിധ തെയ്യങ്ങളുടെ തിടങ്ങൽ നടക്കും. ചൊവ്വാഴ്ച പുലർച്ചെ പൊട്ടൻ തെയ്യം അരങ്ങിലെത്തും. തുടർന്ന് രക്തചാമുണ്ടി, ചെരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. മഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്.
പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃക്കരിപ്പൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ബീഡി തൊഴിലാളിക്ക് സഹയാത്രികർ നൽകിയ യാത്രയയപ്പ് കൗതുകമായി. ശനിയാഴ്ച രാവിലെ ദാമസ് ബസ്സിലാണ് മധുര പലഹാരങ്ങൾ വിളമ്പിയും ഉപഹാരങ്ങൾ നൽകിയും യാത്രയയപ്പ് നടന്നത്. യാത്രക്കിടെ സ്വകാര്യ ബസ്സിൽ മിനിറ്റുകൾ നീളുന്ന ഒരു യാത്രയയപ്പ്. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിലാണ് സ്ഥിരം യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് വേറിട്ട യാത്രയയപ്പ് നടത്തിയത്. ശനിയാഴ്ച വിരമിച്ച തൃക്കരിപ്പൂർ ചൊവ്വേരി പെട്രോൾ പമ്പിനടുത്തുള്ള ദിനേശ് ബീഡി ബ്രാഞ്ചിലെ തൊഴിലാളി പിലിക്കോട് വയൽ സ്വദേശിനി നാരായണിക്കാണ് സ്വകാര്യ ബസ്സിലെ സ്ഥിരം യാത്രക്കാരും ജീവനക്കാരും മിനിറ്റുകൾ മാത്രം നീളുന്ന യാത്രയയപ്പ് ചടങ്ങ് നടത്തിയത്. ചെറുവത്തൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന ബസ്സിലെ യാത്രക്കാരാണ് അപൂർവമായ ചടങ്ങിന് സാക്ഷികളായത്. ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് അടച്ച 5 മിനിറ്റിനുള്ളിലാണ് യാത്രയയപ്പ് നടന്നത്. സാധാരണ യാത്രയയപ്പ് ചടങ്ങിലെന്ന പോലെ ഉപഹാരം നൽകിയതിനു പുറമെ സ്ഥിരം യാത്രക്കാരുടെ മുൻകൈയിൽ സമ്മാനമായി നാരായണിക്ക് പുതുവസ്ത്രവും നൽകി. തുടർന്ന് ലഡുവും ഉണ്ണിയപ്പവും മുഴുവൻ യാത്രക്കാർക്കും ബസ് ജീവനക്കാരും സ്ഥിരം യാത്രക്കാരും ചേർന്ന് വിതരണം ചെയ്തു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുട്ടികളിൽ അറിവും ആവേശവും ഉണർത്തി പഠനോത്സവം. കോട്ടച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. GLPS കോട്ടച്ചേരി പ്രീ പ്രൈമറി മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണവും പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. ഒരു വിഷയത്തിൽ ഇനി നോട്ടുണ്ടാവില്ല നമ്മുടെ മനസ്സിനകത്ത്. നമ്മൾ പറയുന്ന എല്ലാവരോടും പറയാ ഭയങ്കര സമൃദ്ധമായ ബാല്യകാലം. നമ്മളെ ബാല്യകാലത്തിനെ കുറിച്ച് പറയാൻ കുഞ്ഞുങ്ങളോട് അങ്ങനെയാണ്. നമുക്ക് പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്തോ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെ യഥാർത്ഥം ഉണ്ടായിരുന്നു. ഇന്ന് ഇവരെ അനുഭവിക്കുന്ന യാതൊരു സൗകര്യങ്ങളും അന്നില്ലായിരുന്നു. സ്കൂളുകൾ പോലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ. ഞങ്ങളൊക്കെ LP സ്കൂളിൽ പഠിച്ചിട്ടുള്ള സ്കൂൾ എന്ന് പറയുന്നത് തൂണ് കെട്ടിയിട്ടുള്ള ഓല ഇങ്ങനെ ചുമരാക്കിയിട്ടുള്ള സ്കൂളായിരുന്നു. ആ ഓല ചുമരിൽ നമ്മുടെ കലാപരിപാടികളൊക്കെ ഓരോ സമയത്ത് നടത്തുകയും ചെയ്യുമായിരുന്നു. മഴ പെയ്യുമ്പോൾ പലതും ഉള്ളിലേക്ക് തന്നെ മഴ വരുന്നതായിരുന്നു. വാർഡ് കൌൺസിലർ ശോഭന M അധ്യക്ഷത വഹിച്ചു. ഹൊസ്തുരുഗ് BRCയിലെ BPC രാജേഷ് മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 1-2 ക്ലാസുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറി തേനെഴുത്ത് രാജേഷ് മാസ്റ്റർ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് സേതു M, രജനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ പഠനോത്സവം ശ്രദ്ധേയമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ പഠനോത്സവം അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ ആളുകളെയും അഭിരുചി കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ വിശ്വാസ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമുക്ക് ഇനിയും മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ അക്കാദമികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. അതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാ ആളുകളും പഞ്ചായത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടി നമുക്ക് മികച്ച വിദ്യാലയവും മികച്ച വിദ്യാർത്ഥികളുമായി നമുക്ക് മാറാൻ കഴിയണം. സ്കൂൾ പ്രധാനാധ്യാപകൻ T വിഷ്ണു നമ്പൂതിരി സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ പ്രകാശൻ A, PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് K ജയശ്രീ, വികസന സമിതി അംഗം ഗോവിന്ദൻ നമ്പൂതിരി, സീനിയർ അസിസ്റ്റന്റ് KV ശശികുമാർ, KV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K ഉമാദേവി നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ ഈ വർഷത്തെ പഠന മികവുകളുടെ പ്രദർശനവും നടന്നു. ഭാഷാ കോർണർ, ശാസ്ത്ര കോർണർ, ഗണിത കോർണർ, അവതരണ കോർണർ എന്നിവ ഒരുക്കി മേഖല തിരിച്ചായിരുന്നു അവതരണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നാലപ്പാടം കുന്നത്ത് തറവാട് കുടുംബസംഗമവും സ്മരണിക പ്രകാശനവും നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കുടുംബസംഗമവും സ്മരണിക പ്രകാശനവും സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന ഉദ്ഘാടനം ചെയ്തു. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഇതുപോലുള്ള കുടുംബസംഗമം, ഇതുപോലെ കളിയാട്ട മഹോത്സവം ഒരു കൂട്ടായ്മയാണ്
കണ്ടുവരുന്നത്. ഈ കൂട്ടായ്മയാണ് നമ്മൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഒരു വീട്ടിൽ 5ഉം 10ഉം 15ഒക്കെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ ഒരു സ്വപ്നം മാത്രമായിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം നമുക്ക് അന്നുണ്ടായ ആ കൂട്ടായ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാഘവൻ തൊടുവയൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് ഭക്തിഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ ശ്രീകരം ആക്കുക എന്നുള്ളതാണ്. ഇരുട്ടിനെ മാറ്റി നിർത്തി വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാട്ടിലെ ഒരു അമ്പലം ആകുമ്പോൾ അത് നാട്ടുകാരുടെ മനസ്സിലും ഈ നാട്ടിലും ഇരുട്ട് അകറ്റാൻ പ്രാപ്തമായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലും നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലുമെല്ലാം ഇരുട്ടിനെ മാറ്റി നിർത്തി പ്രകാശം പരത്തുന്ന ഒരു ഇടമായി അമ്പലങ്ങൾ, ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ മാറണം എന്നുള്ളതാണ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ MV മധു സ്മരണിക ഏറ്റുവാങ്ങി. സ്മരണിക കമ്മിറ്റി ചെയർമാനും പത്രാധിപരുമായ നാലപ്പാടം പത്മനാഭൻ സ്മരണിക പരിചയപ്പെടുത്തി. പല്ലവ നാരായണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ചടങ്ങിൽ തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും തിരുമുടി എന്ന പേരിൽ പടക്കത്തി ഭഗവതിയുടെ ഭക്തിഗാനം രചിച്ച് CD തറവാടിന് സമർപ്പിച്ച സന്ധ്യ ജനാർദ്ദനൻ പയോലത്തെ ആദരിക്കുകയും ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെ അനുമോദിച്ചു. തറവാട് അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തറവാട് കാരണവർ നാരായണൻ പാടി, പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ഉദനൂർ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ നാരായണൻ ബല്ല സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വരദ നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. വീടുകൾക്കകത്ത് വർഷങ്ങളായി ജീവിതം നയിക്കുന്ന കിടപ്പ് രോഗികളെ പരിചരിച്ചു വരുന്നവർക്ക് പരിശീലനം നൽകി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. രോഗികളുടെ പരിചാരകർക്കുള്ള പരിശീലന പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. ഇടപെടുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് 4-ാം വാർഡിലെ പാറോമരത്ത് പോയ സമയത്ത് പാറോമര വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 10-11 മണിയായിട്ടുണ്ടാവും. ചായ വെച്ചിട്ടേ ഇല്ല. ചായ വെച്ച് കുടിക്കാൻ അവർക്ക് ആവുന്നില്ല. അവർ ഒരേ കിടപ്പത്ത് തന്നെയാണ്. ആരുമില്ല, നോക്കാൻ ആൾക്കാരില്ല. എന്നാലും അടുത്ത വീട്ടുകാരൊക്കെ ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാടാക്കി. അത് നേരത്തെ അച്ഛയെ പറഞ്ഞ പോലുള്ള ഒരു മാനസിക ഐക്യമാണ്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K രമണി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി നഴ്സിംഗ് ഓഫീസർ MK ബിന്ദു, ചെറുവത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് K അജിഷ എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗം K മഞ്ജുഷ, കുടുംബശ്രീ CDS അധ്യക്ഷ ശ്രീജ ദിലീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ P മധു, പാലിയേറ്റീവ് നഴ്സ് K ഓമന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സ്. വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായാണ് ശോഭിക ആഘോഷ ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. പുതുവസ്ത്രമണിഞ്ഞ് പെരുന്നാളിനെ വരവേൽക്കണമെന്ന ആഗ്രഹത്തെ നെഞ്ചോട് ചേർത്ത് കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സ്
ഉപഭോക്താക്കളുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് ശോഭിക വെഡ്ഡിങ്സ് പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങിയത്. സെലക്ഷനുണ്ട്. ഞങ്ങൾക്ക് ഹാപ്പിയായി. ഞങ്ങൾ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല കളക്ഷൻസ് ഉണ്ട്, സന്തോഷമാണ്. പിന്നെ അവരെ നമ്മുടെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന രീതിയും ഒക്കെ നല്ലതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കുഴപ്പമില്ല, എല്ലാം നന്നായിട്ടുണ്ട്. കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട്, നല്ലതാണ്. ഷോപ്പിങ്ങിൽ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വെറൈറ്റി സെലക്ഷൻ ഉണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്. അതെ അതെ അതെ. ഞങ്ങൾ ഇന്നലെ സാരി എടുക്കാൻ വന്നു. ഇന്നിപ്പോൾ ഇത് രണ്ടാമതും വന്നിരിക്കുകയാണ്. ഷർട്ടും കുട്ടികളുടെ ഒക്കെ എടുക്കാൻ. വിലയും കുറവാണ്, നല്ല സെലക്ഷനും ഉണ്ട്. സെലക്ഷൻ ഉണ്ട്, ഓക്കെ, റീസണബിൾ പ്രൈസ്. ഈ ശോഭിക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, 3 വർഷത്തിലധികമായി ഇവിടെ തുടങ്ങിയിട്ട്. പക്ഷെ വളരെ നല്ല നിലക്കുള്ള ഒരു സംരംഭമാണ്. കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ, കാസർഗോഡ് ജില്ലയിലെ എന്ന് തന്നെ പറയാം, ഏറ്റവും വലിയ ഒരു ഷോപ്പാണ്, ടെക്സ്റ്റൈൽസാണ് ശോഭിക. ഈ വസ്ത്രാലയത്തിൽ ഉള്ളൊരു ഗുണം, ഏത് സാധനത്തിനും ഇതിനകത്ത് കയറിയാൽ കിട്ടും. ഏത് വസ്ത്രവും നമുക്ക് വേണ്ടുന്ന എല്ലാവിധ, മെൻസിനായാലും ജെൻസും അതുപോലെ മറ്റ് ലേഡീസായാലും എല്ലാം എളുപ്പത്തിൽ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. വിലക്കുറവാണെങ്കിൽ അതും ഒരു താരതമ്യേന കുറവാണ്. ഗുണമേന്മയുള്ള സാധനമാണ് ഇതിനകത്തുള്ളത്. അവിടുത്തെ അതുപോലെ അതിനേക്കാൾ വേറെ ഇവിടുത്തെ സ്റ്റാഫ്, അവരുടെ സഹകരണം, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം എല്ലാം കൂടി വളരെ ഒരു കസ്റ്റമറിനെ ഏത് വിധത്തിൽ അവർ ഉൾക്കൊള്ളുന്നോ അതൊക്കെ ഇതിനകത്തുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പുത്തൻ മോഡൽ വസ്ത്രങ്ങളാൽ സമ്പന്നമാണ് ശോഭികയുടെ ശേഖരം. കൂടുതൽ പുതുമകൾ പരീക്ഷിക്കപ്പെടുന്നത് ചുരിദാറുകളിലാണ്. ഇതിന്റെയും വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം. ഓരോരുത്തരുടെയും അഭിരുചിക്കിണങ്ങിയ വസ്ത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ സേവനവും എടുത്തു പറയേണ്ടതാണ്. മനസ്സു നിറഞ്ഞാണ് ഓരോ ഉപഭോക്താവും ഇവിടെ നിന്നും മടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ റംസാൻ റിലീഫും സംഗമവും സമൂഹ ഇഫ്താർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ കുമ്പളയിൽ 16ാമത് റംസാൻ റിലീഫും സംഗമവും സമൂഹ ഇഫ്താർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും തമ്മിൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ, മനുഷ്യനും ഈ ലോകത്തെ സകല ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതിനെക്കുറിച്ചെല്ലാം അതിൽ വിവരിക്കുന്നു. ഖുർആനിൽ പ്രതിപാദിക്കതായി ഒരു കാര്യവും ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ്. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റും സംഘടനാ മുഖ്യ രക്ഷാധികാരിയുമായ കലക്ടർ മാഹിൻ ഹാജി കുമ്പോൽ സയ്യിദ് KS ഷമീം തങ്ങൾക്ക് റംസാൻ റിലീഫ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. AK ആരിഫ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജനറൽ കൺവീനറും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഷ്റഫ് കർല സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി തർജമയിൽ A ഗ്രേഡ് നേടിയ നഫീസ അൽബിഷ ബിൻറ്റ് അബ്രു ബദ്രിയ നഗർ, ജില്ലാ ഐ ലീഗ് ഫുട്ബോളിലെ മികച്ച താരം മുഹമ്മദ് റഫീഖ് അൻസാർ അങ്കടിമുഖർ എന്നിവരെ അനുമോദിച്ചു. 100ൽ പരം അതിഥികൾ സംബന്ധിച്ച ഇഫ്താർ സ്നേഹവിരുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അസീസ് മരിക്കെ, K മഞ്ജുനാഥ ആൾവ, CA സുബൈർ, സുകുമാര കുതിരപ്പാടി, അഹമ്മദ് അലി കുമ്പള, രവി പൂജാരി, യൂസഫ് ഉളുവാർ, ജനപ്രതിനിധികളായ UP താഹിറ യൂസഫ്, നാസർ മൊഗ്രാൽ, ജമീല സിദ്ദീഖ്, സബൂറ M, BA റഹ്മാൻ ആരിക്കാടി, ഹനീഫ് പാറ,
സാമൂഹിക സാംസ്കാരിക വ്യവസായ പ്രമുഖരായ ടി.പി. രഞ്ജിത്ത്, രാജീവൻ ബാബു, ടി.വി. രതീഷ്, ഗഫൂർ എരിയാൽ, നാസർ ചെർക്കളം, ഇബ്രാഹിം മുണ്ടിത്തടുക്ക, കലീൽ മാസ്റ്റർ, കബീർ ചെർക്കളം, കയ്യും മാന്യ, സെഡ് ഡെ മൊഗ്രാൽ, സത്താർ ആരിക്കാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ അകത്തും പുറത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇവർക്കറിയാവുന്ന ജോലി, പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും ജോലി, സ്വന്തമായി അറിയാവുന്ന ജോലി, ഒരു കാശ് പോലും അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കാതെ അവർക്ക് വേണ്ടി, അങ്ങനെയുള്ള അർഹതപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അബ്ദുൽ സത്താർ ചെമ്മനാട് അധ്യക്ഷത വഹിച്ചു. മുൻ ഡിവൈഎസ്പി അബ്ദുൽ റഹീം മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ കൗൺസിലറും കൂട്ടായ്മ വൈസ് പ്രസിഡന്റുമായ BS സൈനുദ്ദീൻ തുരുത്തി, കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ്, KSEB കാസർഗോഡ് സെക്ഷൻ AE സദർ റിയാസ്, ഓവർസിയർ അബ്ദുൽ ലത്തീഫ്, സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മ ചെയർമാൻ ഷെരീഫ് മല്ലം, ട്രഷറർ അബൂബക്കർ എരുതുംകടവ്, നസീർ തെക്കേക്കര, ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഫാറൂഖ്, യുവ വ്യവസായി അബ്ദുൽ റഷീദ് ഹാജി കൊല്ലം ഗാനം തുടങ്ങിയവർ സംബന്ധിച്ചു. കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അബു സ്വാലി ഉപ്പള സ്വാഗതവും അബ്ബാസ് പൊയ്യവളപ്പ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മിഞ്ചിപ്പദവ് കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷം വിവിധ വൈദിക പരിപാടികളോടുകൂടി നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാരു ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മിഞ്ചിപ്പദവ് ശ്രീ കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം വിവിധ വൈദിക പരിപാടികളോടുകൂടി നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാരു ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ചെയർമാൻ മധുസൂദന ആയർ അധ്യക്ഷത വഹിച്ചു. കൽക്കൂറ പ്രതിഷ്ഠാന പ്രസിഡന്റ് പ്രദീപ് കുമാർ കൽക്കൂറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് രാംപ്രസാദ് ഷെട്ടി, ക്ഷേത്ര വർക്കിംഗ് പ്രസിഡന്റ് ദാമോദര മണിയാണി, ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഗുമുഖം, ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ്, ഗഡിനാട സാഹിത്യ സംസ്കൃതി അക്കാദമി പ്രസിഡന്റ് ചനിയപ്പ നായിക്, രാഘവ MN, നാരായണ കേക്കടുക്ക, ചന്ദ്രശേഖര MN, രാമചന്ദ്രായൻ, മനോജ് M, C സദാനന്ദ, സേവാസമിതി നവീകരണ കമ്മിറ്റി ഭാരവാഹികളും വനിതാ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ തോക്കുകളും വെടിയുണ്ടകളുമായി 5 മലയാളികൾ അറസ്റ്റിൽ. സംഘത്തിൽ നിന്ന് 12 കിലോ കഞ്ചാവും പിടികൂടി. കുഞ്ഞുമക്കൾക്കായി കാഞ്ഞങ്ങാട്ട് ഗവൺമെന്റ് ക്രഷ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നുമ്മലിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം വിപുലമായ ചടങ്ങിൽ നടന്നു. അടൂട്ട് വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവം 17, 18 തീയതികളിൽ നടക്കും. കുടുംബസംഗമം നടന്നു. തൃക്കരിപ്പൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ബിഡി തൊഴിലാളിക്ക് സഹയാത്രികർ നൽകിയ യാത്രയയപ്പ് കൗതുകമായി. കോട്ടച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളിൽ ആവേശവും അറിവും ഉണർത്തി പഠനോത്സവം. ബലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ പഠനോത്സവം നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നാലപ്പാടം കുന്നത്ത് തറവാട് കുടുംബസംഗമവും സ്മരണിക പ്രകാശനവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.